നമസ്കാരം, ഫൈനൽ വിസിൽ മലയാളത്തിലേക്ക് സ്വാഗതം. ഇതുവരെ നടന്ന എല്ലാ മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടായിരുന്നു നടന്നത്. എന്നാൽ ഇന്നത്തെ മത്സരം ശരിക്കും ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാണ് സമ്മാനിച്ചത്. ഇന്ന് നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റും ജംഷഡ്പൂരുമാണ് ഏറ്റുമുട്ടിയത്. എന്നാൽ അലാഡിൻ അജാരിയയുടെ ഇരട്ട ഗോളിൽ നോർത്ത് ഈസ്റ്റ് വിജയിക്കുകയും ചെയ്തു. ഒരു പെനാൽറ്റി തടഞ്ഞിട്ടും അജാരിയ ഗോളാക്കി മാറ്റി അദ്ദേഹത്തിന്റെ 20ാമത്തെ ഗോളും അദ്ദേഹം നേടി. ഒരു സീസൺ ISL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലാക്കി. ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സിനെ ശരിക്കും ബാധിക്കും. കാരണം ഇന്ന് നോർത്ത് ഈസ്റ്റ് പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അത് ഗുണമായിരുന്നു. ഇന്ന് നോർത്ത് ഈസ്റ്റ് പരാജയപ്പെടുകയും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിലും ജയിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം 2 പോയിന്റായി കുറഞ്ഞേനെ. പക്ഷേ അത് നടന്നില്ല. അവർ ഇന്ന് ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്തി. അവർക്ക് 21 മത്സരത്തിൽ നിന്നും 32 പോയിന്റായി പോയിന്റ് ടേബിളിൽ 4ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. 20 മത്സരത്തിൽ നിന്നും 31 പോയിന്റുമായി ബംഗളൂരു FC 5ാം സ്ഥാനത്തും 20 മത്സരത്തിൽ നിന്നും 31 പോയിന്റുമായി മുംബൈ സിറ്റി 6ാം സ്ഥാനത്തും 20 മത്സരത്തിൽ നിന്നും 26 പോയിന്റുമായി ഒഡീഷ FC 7ാം സ്ഥാനത്തും 19 മത്സരത്തിൽ നിന്നും 24 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ 8ാം സ്ഥാനത്തും 19 മത്സരത്തിൽ നിന്നും 24 പോയിന്റുമായി പഞ്ചാബ് FC 9ാം സ്ഥാനത്തുമാണ്. ഇനി ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ള 5 മത്സരങ്ങൾ വിജയിക്കേണ്ടത് നിർബന്ധമാണ്. ഓരോ മത്സരത്തിന്റെയും വിധിയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യത നിലനിർത്തുക. അതുകൊണ്ട് തന്നെ മോഹൻ ബഗാനെതിരെ ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചേ പറ്റൂ. കൂടുതൽ ISL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.